CPM-നോട് പൂർണ്ണമായും ഇടഞ്ഞ് മന്ത്രി KB ഗണേഷ് കുമാർ. പത്തനാപുരത്ത് തന്നെ ഒതുക്കാൻ CPM ബോധപൂർവ്വം ശ്രമിക്കുന്നുവെന്നാണ് ഗണേഷ് കുമാറിന്റെ വിലയിരുത്തൽ. KSRTCയിലെ ശമ്പള വിതരണം സമയത്ത് നടത്താൻ ധനവകുപ്പ് പണം അനുവദിക്കാത്തതും കല്ലുകടിയാണ്. ആചാര വിഷയത്തിൽ മുഖ്യമന്ത്രിയെ തിരുത്തിയതും അതൃപ്തി പ്രകടിപ്പിക്കാൻ തന്നെയാണ്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് ഇത്ര കൃത്യമായ മറുപടി, അതിന് അങ്ങനെയല്ല നിലപാട്, കൃത്യമായി അതിന് വിരുദ്ധമായ നിലപാട് പറഞ്ഞൊരു മന്ത്രിയാണ് KB ഗണേഷ് കുമാർ. പ്രത്യേകിച്ചും ആചാര അനുഷ്ഠാന വിഷയങ്ങളിലാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പറഞ്ഞ സനാതനധർമ്മത്തെ പറ്റിയുള്ള അഭിപ്രായത്തിലൊക്കെ തന്നെ NSSൻ്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായമാണ് KB ഗണേഷ് കുമാർ പറഞ്ഞത്. അതുമാത്രമല്ല, നേരത്തെ ഈ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ KSRTCയിൽ കൃത്യമായി പണം അനുവദിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹത്തിന് പരാതിയുണ്ട്. പത്തനാപുരത്ത് ഗണേഷ് കുമാറിനെ ഒതുക്കാൻ CPM ശ്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം അസന്തുഷ്ടനാണ്. അങ്ങനെ തന്നെയല്ലേ ശാലിനി? വിനോദ അത്തരത്തിൽ തന്നെയാണ്. കാരണം ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളവും കേരള കോൺഗ്രസ് ബിയെ സംബന്ധിച്ചിടത്തോളം പത്തനാപുരം മണ്ഡലം അവരുടെ ഒരു ശക്തി കേന്ദ്രമാണ്. പലതവണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും പാർട്ടി വിട്ട് CPM-നൊപ്പം നിന്നപ്പോഴും വലിയ ഭൂരിപക്ഷത്തിൽ KB ഗണേഷ് കുമാറിനെ വിജയിപ്പിച്ചൊരു മണ്ഡലം കൂടിയാണ് പത്തനാപുരം. സ്വാഭാവികമായും അതേ പത്തനാപുരത്ത് നിന്നൊരു മറ്റൊരു മന്ത്രി കൂടി മന്ത്രിസഭയിലുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. KN ബാലഗോപാൽ കൊട്ടാരക്കര മണ്ഡലമാണ് എങ്കിൽ പോലും പത്തനാപുരത്തുകാരനാണ്. കഴിഞ്ഞ ദിവസങ്ങളടക്കം നടന്ന ചില ഉദ്ഘാടന ചടങ്ങിലടക്കം CPM KB ഗണേഷ് കുമാറിനെ കൊണ്ട് അവിടെ KN ബാലഗോപാലിനെ എത്തിച്ചതാണ് ഈ ഒരു പരസ്യ പ്രതികരണത്തിലേക്കും പരസ്യ പൊട്ടിത്തെറിയിലേക്കും ഒക്കെ ഈ ഒരു പ്രശ്നം എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മണ്ഡലത്തിൽ പലയിടങ്ങളിലും പല കാര്യങ്ങളിലും KB ഗണേഷ് കുമാറിനെ CPM ഒതുക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് പല ഘട്ടങ്ങളിലും KB ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളിലും പരാമർശങ്ങളിലും മുഖ്യമന്ത്രി അടക്കമുള്ളവരെ വിമർശിക്കുകയും തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ KB ഗണേഷ് കുമാർ ചെയ്തിരുന്നു. അതൃപ്തി അടക്കം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. കാരണം വിശ്വാസമുള്ളവർ മാത്രം ക്ഷേത്രത്തിൽ പോയാൽ മതി, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ അനുസരിക്കാൻ ഉള്ളവർ മാത്രം ക്ഷേത്രത്തിലേക്ക് പോയാൽ മതി എന്നൊക്കെ മുഖ്യമന്ത്രിയുടെ ഈ സനാതന ധർമ്മ പ്രസ്താവനയ്ക്ക് അല്ലെങ്കിൽ പ്രതികരണത്തിന് KB ഗണേഷ് കുമാർ മറുപടി നൽകിയൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് നടന്ന ഒരു ഉദ്ഘാടന ചടങ്ങിലും KB ഗണേഷ് കുമാറിനെ മാറ്റി നിർത്തി KN ബാലഗോപാലിനെ അവിടെ എത്തിക്കാൻ ശ്രമം നടത്തിയത്. പ്രത്യേകിച്ച് ധനവകുപ്പും KSRTC തമ്മിൽ, ഗതാഗത വകുപ്പ് തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറിയും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിമർശനവും പ്രതികരണങ്ങളും ഒക്കെ മറനീക്കി പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. KSRTCയിലെ ശമ്പളം, പെൻഷൻ അടക്കമുള്ള വിതരണത്തിന് കോടികൾ പല ഘട്ടങ്ങളിലും KSRTC ആവശ്യപ്പെട്ടിട്ടും ധനവകുപ്പ് നൽകുന്നില്ല എന്നൊരു വിമർശനം സ്വാഭാവികമായും ഉണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ധനമന്ത്രിയെ തന്നെ ആ മണ്ഡലത്തിലേക്ക് ഇറക്കുകയും തന്നെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് KB ഗണേഷ് കുമാർ എത്തുകയും ചെയ്തിട്ടുള്ളത്. പല ഘട്ടങ്ങളിലും CPM-നൊപ്പം ചേരുന്നതിന് മുൻപ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പാർട്ടിക്കെതിരെ ഉന്നയിച്ച ഒരാളാണ്. CPM-നോടൊപ്പം ചേർന്നിട്ടും KB ഗണേഷ് കുമാർ പല കാര്യങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ അത് CPM-നുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പ്രതിപക്ഷമായി KB ഗണേഷ് കുമാർ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇതൊക്കെ മറന്നീക്കി പുറത്തേക്ക് വരികയാണ്. വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്കും വിമർശനങ്ങളിലേക്കും കാര്യങ്ങൾ പോകുമ്പോൾ പാർട്ടി അതിനെ എങ്ങനെ കാണുമെന്നുള്ളതാണ് അറിയേണ്ടത്. നിലവിലെ ഈ ഒരു വിമർശനങ്ങൾക്കും പ്രതികരണങ്ങൾക്കും ഒക്കെ തന്നെ ഒരു രീതിയിലും തടയിടാൻ KB ഗണേഷ് കുമാറെ അനുനയിപ്പിക്കാനോ അല്ലെങ്കിൽ KB ഗണേഷ് കുമാർ പറയും പോലെ തന്നെ ഒതുക്കുന്നു എന്നുള്ള കാര്യങ്ങളിൽ ഇടപെടാനോ CPM-ന്റെ ജില്ലാ സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്നാലും അത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്കും ചർച്ചകളിലേക്കും ഒക്കെ വഴിവെക്കും എന്നതിൽ സംശയമില്ല. വിനോദ്, തീർച്ചയായും KB ഗണേഷ് കുമാറിന്റെ നിലപാട് CPM-ന് തലവേദനയാവുന്നുണ്ട്. അതുകൊണ്ട് ഗണേഷ് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ധനമന്ത്രിയെ പങ്കെടുപ്പിച്ച് പത്തനാപുരത്ത് മാത്രവുമല്ല ഒരു രാഷ്ട്രീയ മാറ്റം തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളിൽ പോലും ഇപ്പോൾ ആശങ്കയുണ്ട്. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് അത് പുത്തരിയല്ല. കാരണം UDF-ൽ നിന്നാലും LDF-ൽ നിന്നാലും പത്തനാപുരത്ത് നിന്ന് ജയിച്ച് കാണിക്കുന്ന ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ നിലപാട് വളരെ നിർണായകമാണ്.